അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, എന്തൊക്കെ വർത്താനം? റാഹത്തല്ലേ? ഒരു സംശയം. നമ്മുടെ ഷാഫി മദ്ഹബിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇമാമിങ്ങളാണല്ലോ, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, റംലി ഇമാമും. തുഹ്ഫ നിഹായയിൽ ഇവരെ പരാമർശിക്കുന്നവരുമാണ്. ഇവർ രണ്ടുപേരും ഒരേ കാലക്കാരുമാണല്ലോ. സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരുമാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ദർസിൽ ശരീക്കന്മാരാണ് എന്ന് ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞതായി വല്ല തെളിവുമുണ്ടോ? ഷാഫിഈ മദ്ഹബിലെ ആധികാരികമായ രണ്ട് പണ്ഡിതന്മാർ തന്നെയാണ്. ഒന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹുവും. നമ്മെ എപ്പോഴും ആധാരമാക്കുന്നതും അവരുടെ കിതാബുകൾക്ക് തന്നെയാണ്. തുഹ്ഫ നിഹായ എന്ത് പറഞ്ഞു എന്നുള്ളതൊക്കെ അവർ രണ്ടുപേരും ഒരേ കാലക്കാരാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരേ ഉസ്താദിൻ്റെ കീഴിൽ തന്നെ പഠിച്ചവരാണെന്നും അറിയാം. സക്കൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒക്കെ അവിടുത്തെ രണ്ടാളുടെയും ഉസ്താദാന്നൊക്കെ അറിയാം. പക്ഷേ ഒരേ സബ്ക്കിൽ സക്കൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ അടുത്ത് രണ്ടാൾ ഓതി അതിൽ പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എന്താവൂല, ശരീക്കന്മാർ ഒരേ ശരീക്കന്മാർ തന്നെ ആവണമെന്നില്ലല്ലോ. എന്നാൽ ഇവ രണ്ടുപേരും ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ റംലി മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും സക്കൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ആ മഹത്തായ കിതാബിൽ, ഈ പറയുന്ന ഹദീസിന്റെ കിതാബിൽ ശരീക്കന്മാരും തന്നെയാണ്. രണ്ടാളും ഒരേ സമയത്ത് തന്നെ ഒരേ രൂപത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെയും റംലി ഇമാമിന്റെയും ഖിലാഫുകൾ വിശദീകരിക്കാൻ ഉണ്ടാക്കിയ കിതാബാണ് ഈ പറയുന്ന കശ്ഫുൽ ഗിത്താ വൽ ഉബ്സാറിന്റെ കിതാബ്. മഹാനായ മുസ്തഫൽ അൽവാൻ എന്നവരാണ് ഇതിന്റെ മുസന്നിഫ്. ഇതിന്റെ മുഖദ്ദിമയിൽ അത് പറയുന്നുണ്ട്. സക്കൽ അൻസാർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഇവർ രണ്ടുപേരും ശരീക്കന്മാർ തന്നെയാണ് എന്നുള്ളത്. അതായത് ഇതിന്റെ മുഖദ്ദിമയിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് സുമലാഉഹു വ അഖ്റാനുഹു എന്ന് പറഞ്ഞു. കാലക്കാരും അതുപോലെ ശരീക്കന്മാരും. ആരെ? ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ശരീക്കന്മാർ ആരൊക്കെയാണ്? അമ്മ സുമലാഉഹു, ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ശരീക്കന്മാർ എന്ന് പറയുമ്പം ഫമിൻ അഷുഹരിഹിം, ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷംസുദ്ദീനുർ റംലി, മുഹമ്മദ് റംലി തന്നെയാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹു ശരീക്ക് തന്നെയാണ്. പല ഉസ്താദുമാരെ നോക്കി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞ നിഹായന്റെ മുസന്നിഫ്, അവരുടെ വാപ്പയാണ് അഹമ്മദ് റംലി റളിയല്ലാഹു അൻഹു. അവരടുത്തും വാപ്പാന്റെ അടുത്ത് രണ്ടുപേരും പഠിച്ചിട്ടുണ്ട്. വശാറഖഹു ഇബ്നു ഹജർ ഫിൽ അഖ്ദി അൻ വാലിദിഹി ശിഹാബുർ റംലി. കണ്ടോ, മുഹമ്മദ് റംലി എന്നവരുടെ വാപ്പയാകുന്ന വാപ്പ റംലി എന്ന് നമ്മൾ പറയുന്ന അഹമ്മദ് റംലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഇബ്നു ഹജർ ഹൈതമി തങ്ങളും അതുപോലെ തന്നെ എൻ്റെ റംലി ഇമാമും ഒക്കെ എൻ്റെ ഇൽമ് പഠിച്ചിട്ടുണ്ട്, കിതാബ് ഓതിയിട്ടുണ്ട്. പക്ഷെ അവിടെ ശരീക്കന്മാരാണെന്ന് പറയുന്ന രൂപത്തിൽ ഒന്നില്ല. നേരെ മറിച്ച് പിന്നെ പറഞ്ഞു വശാറഖഹു ഫിൽ ഹുളൂരി അലാ ശൈഖുൽ ഇസ്ലാമിൽ അൻസാരി ഫി സ്വഹീഹുൽ ബുഖാരി. മഹാനായ ശൈഖുൽ ഇസ്ലാം ഷെയ്ഖുൽ ഇസ്ലാം സക്കൽ അൻസാർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രണ്ടുപേരും ശരീക്കന്മാരാണ്. ഫിൽ ഹുളൂർ, രണ്ടുപേരും വ്യക്തമായിക്കൊണ്ട് ഒരേ സമയത്ത് ശരീക്കന്മാരാണ്. ഇത് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഇപ്പോൾ റംലി ഇമാമിന്റെ ചരിത്രം മാത്രം പറയാൻ വേണ്ടി, മുഹമ്മദ് റംലി റളിയല്ലാഹുവിന്റെ ചരിത്രം മാത്രം പറയാൻ വേണ്ടി ഉണ്ടാക്കിയ കിതാബാണ് ഈ പറയുന്ന ഫൈദ് ബിൻ അബ്ദുല്ലാഹിൽ ഖത്തീബ് എന്നതിന്റെ മുസന്നിഫിന്റെ പേര് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് റംലി ഹയാത്തുഹു ആഥാറുഹു എന്ന് പറഞ്ഞാണ്ട് നല്ല കിതാബ. റംലി ഇമാമിന്റെ മൊത്തം ചരിത്രം ഇതിൽ പറയുന്നുണ്ട് എല്ലാ രൂപത്തിലും. ഈ കിതാബിന്റെ 56-ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. കത് ദറസാ, കണ്ടോ, ഇബ്നു ഹജർ ഹൈതമി. അതിന് മുമ്പ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളും റംലി ഇമാമിനെ ചർച്ച ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ കത് ദറസ, രണ്ടുപേരും ദർസ് ഓതി പഠിച്ചിട്ടുണ്ട്. മഅൻ, ഒപ്പം.
സ്വഹീഹുൽ ഇമാം ബുഖാരി ഉണ്ടോ, സ്വഹീഹുൽ ബുഖാരി രണ്ടുപേരും ഒപ്പം ഇരുന്നുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. അലാ ഷെയ്ഖ് ഹിമൽ ഖാദി സക്കരിയ, അവർ രണ്ടുപേരുടെ ഉസ്താദാവും സക്കൽ അൻസാരി തങ്ങളുടെ ദർസിൽ. അപ്പൊ സക്കൽ അൻസാർ റളിയല്ലാഹുവിന്റെ ദർസിൽ രണ്ടുപേരും സ്വഹീഹുൽ ബുഖാരി ശരീക്കന്മാരാണ്. അപ്പോ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങള് അതുപോലെ റംലി ഇമാം ഒരേ കാലക്കാരാണെന്ന് മാത്രമല്ല, ഒരു ഉസ്താദിന്റെ ശിഷ്യന്മാരാണെന്ന് മാത്രമല്ല, രണ്ടുപേരും ശരീക്കന്മാര് തന്നെയാണ് എന്നർത്ഥം.